ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഹൽവയാണ്. ഗോതമ്പ് പൊടി കൊണ്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവ. ഇത് നമ്മൾ പ്രത്യേകിച്ച് കളറൊന്നും ചേർക്കുന്നില്ല. കളറൊന്നും ചേർക്കാതെ തന്നെ ഗോതമ്പ് പൊടിയും പഞ്ചസാരയും ഉപയോഗിച്ചിട്ടുള്ള ഹൽവയാണ്. നമുക്ക് കാണാം. 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഗ്ലാസ്സിലാണ് അളക്കുന്നതെങ്കിൽ അതിന് തന്നെ വെള്ളമൊക്കെ ഒഴിക്കുക. ഞാനിപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തു. 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കുഴയ്ക്കുകയാണ്. കൃത്യ അളവ് കിട്ടണമെന്നൊന്നുമില്ല. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ഏകദേശം ഒരു ഇതിലങ്ങ് കുഴച്ചെടുത്താൽ മതി. നമ്മളിത് വെള്ളം ഒഴിച്ച് ഇടുന്നുണ്ട്. അപ്പോൾ അതിനങ്ങനെ കൃത്യ അളവ് വേണമെന്നൊന്നുമില്ല. ഏകദേശം ഒരു ഇതായിട്ടങ്ങ് കുഴച്ചെടുക്കുക. ഇതുപോലെ അങ്ങ് കുഴച്ചെടുക്കുക. ഇനിയിപ്പോൾ ഞാനിത് വെള്ളം ഒഴിച്ചിടാനായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മുറിച്ചിടുകയാണ്. അപ്പോൾ നല്ല കുതിർന്ന് വരാനൊക്കെ നല്ല എളുപ്പമുണ്ട്. അപ്പോൾ ഇതുപോലെ അങ്ങ് ചെറുതായിട്ട് മുറിച്ചിട്ടിട്ട് ഞാനിവിടെ 3 കപ്പ് വെള്ളവും കൂടെ ഇതിലോട്ട് ഒഴിച്ചിടുകയാണ്. അപ്പോൾ ഇത് ഞാനിവിടെ 1 മണിക്കൂറാണ് വെക്കുന്നത്. നിങ്ങളിപ്പം നിങ്ങളുടെ ഗോതമ്പ് പൊടിയുടെയൊക്കെ ഇതനുസരിച്ച് ചിലപ്പോൾ വ്യത്യാസം വരാം. ചിലപ്പോൾ നിങ്ങൾ ഇടയ്ക്കൊന്ന് നോക്കുക, ഇത് നല്ല സോഫ്റ്റായെന്ന് നോക്കുക. സോഫ്റ്റ് ആയെങ്കിൽ പിന്നെ നമുക്ക് അതേ സമയം വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ 1 മണിക്കൂർ വെച്ചപ്പോൾ തന്നെ എനിക്ക് സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഓരോ പൊടിയുടെ അനുസരിച്ച് വ്യത്യാസം വരാം. 1 മണിക്കൂറിന് ശേഷം നമുക്കെടുക്കാം. ഇതിപ്പോൾ 1 മണിക്കൂറിന് ശേഷം എടുത്തപ്പം നന്നായിട്ട് ഇങ്ങനെ വെള്ളത്തിലോട്ട് അലിഞ്ഞു വരുന്നുണ്ട്. നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പാല് പോലെ ഇതുകൊണ്ട് പെട്ടെന്ന് സോഫ്റ്റായി വരുന്നുണ്ട് വെള്ളത്തിലോട്ട് അലിഞ്ഞ്. ഈ കൈ കൊണ്ട് അത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക. ആ പാല് പോലുള്ള നമുക്ക് അരിച്ചെടുക്കണം. പൊടി സോഫ്റ്റ് ആയാലാണ് ഇതുപോലെ നന്നായിട്ട് കിട്ടത്തുള്ളൂ. വെള്ളത്തിൽ കിടന്ന് നല്ല അലിഞ്ഞു വരണം. കൈ കൊണ്ട് നന്നായിട്ട് ഇതുപോലെ ചെയ്ത ശേഷം ഇതുപോലെ അങ്ങ് അരിച്ചെടുക്കാം. ഇതിൻ്റെ ആ കട്ടിയായിട്ടുള്ള ഭാഗം നമുക്ക് മാറ്റണം. ഇതുപോലെ നന്നായിട്ടങ്ങ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് മാറ്റിയിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടെ അരിച്ചെടുക്കണം. ഇതങ്ങ് മാറ്റുക. എന്നിട്ട് ഒന്നുകൂടെ അങ്ങ് അരിച്ചെടുക്കുക. അതിനകത്ത് ആ ഒട്ടും വേസ്റ്റായിട്ടുള്ള ഭാഗമൊന്നും വരാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിത് ഒരു പാത്രത്തിൽ അടച്ച് തന്നെ വെക്കാം. 1 മണിക്കൂറൊക്കെ അടച്ച് വെക്കുമ്പോഴത്തേക്ക് ഇത് നല്ല ഊറി വരും. ഇതിൻ്റെ മേൽഭാഗത്ത് വെള്ളം തന്നെയായിട്ട് ഇതുപോലെ വരും. ഇതിപ്പോൾ ഞാൻ 1 മണിക്കൂർ വെച്ചത്തേക്കും ഇങ്ങനെ വന്നിട്ടുണ്ട്. നമുക്ക് ആ മുകളിലുള്ള വെള്ളം അങ്ങ് മാറ്റിക്കളയാം. നമുക്കതല്ല വേണ്ടത്. നമുക്ക് അടിയിൽ ഇങ്ങനെ ഊറിക്കിടക്കുന്ന അതാണ് വേണ്ടത്. ഈ വെള്ളം അങ്ങ് മാറ്റുക. ഇതിപ്പോൾ കുറച്ച് കട്ടിയിലുള്ള അതിൻ്റെ ഊറി വന്നിരിക്കുന്ന ഭാഗമാണ്. ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിന് ആവശ്യമുള്ള കളർ എങ്ങനെയാണ് ചേർക്കുന്നതെന്ന് നോക്കാം. നമ്മൾ പഞ്ചസാര ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കണം. അപ്പോൾ പഞ്ചസാര ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്ത് ക്യാരമൽ ചെയ്യുകയാണ്. നമ്മൾ പ്രത്യേകിച്ച് കളറൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ശർക്കര ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ശർക്കര ഉപയോഗിക്കുമ്പോൾ നമുക്ക് മൊത്തത്തിൽ ഒരു 1.5 കപ്പ് ശർക്കരയൊക്കെ എടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് ഇതുപോലെ അങ്ങ് മെൽറ്റായി വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കും. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടങ്ങ് ഇളക്കി നമുക്ക് കളർ എത്ര കളറാണ് വേണ്ടതെന്നനുസരിച്ച് അങ്ങനെ ചെയ്യാം. ഒത്തിരി അങ്ങ് കറുത്ത് പോകരുത്, കരിഞ്ഞു പോകും. അതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോകാം. അപ്പോൾ ഇത് നല്ലൊരു കളറാവുന്നവരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചില്ലെങ്കിൽ നമ്മളിത് വാങ്ങി വെച്ച ശേഷം ചിലപ്പോൾ പെട്ടെന്ന് കല്ല് പോലെ ആയി പോവും. ഇത് നമുക്കിങ്ങോട്ട് മിക്സ് ചെയ്യാനൊക്കെ പാടായിരിക്കും. ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം അത്ര ഒഴിച്ചാൽ മതി. ഇതുപോലെ അങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഞാൻ ഈ പാത്രത്തിൽ തന്നെ ഹൽവ ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ ആ ക്യാരമൽ അങ്ങ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി. എന്നിട്ട് ഈ പാത്രത്തിലോട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യുകയാണ്. പഞ്ചസാര നമുക്ക് 1 കപ്പ് പഞ്ചസാര ഇടണം. 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഇത് നന്നായിട്ടങ്ങ് തിളപ്പിക്കുക. ഈ പഞ്ചസാര നന്നായിട്ടങ്ങ് മെൽറ്റായി വരണം. ഇതിപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നല്ല മെൽറ്റായി വരുന്ന സമയത്ത് അതേ സമയമൊന്നും വെക്കേണ്ടെന്ന് ചെറുതായിട്ട് മെൽറ്റായി വന്നാൽ മതി. ആ സമയത്ത് നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിത് തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ കട്ടയായിട്ടൊക്കെ കിടക്കും. അപ്പോൾ ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. പെട്ടെന്ന് തന്നെ റെഡിയാവും. ഇതുപോലെ തന്നെ ആയി കിട്ടും. അതിനുശേഷം നമ്മൾ ആ ക്യാരമൽ ചെയ്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ഇങ്ങോട്ടങ്ങ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എന്നാലാണ് നല്ല കളർ കിട്ടത്തുള്ളൂ.
അപ്പോൾ നമ്മളതൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. വെള്ളം കൂടെ ചേർത്തോണ്ടാണ് ഇങ്ങനെ ഒഴിക്കാൻ പറ്റുന്നത്. വെള്ളം ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ക്യാരമൽ ശരിക്കും കല്ല് പോലെ ഇപ്പോൾ പിന്നെ നമുക്കിങ്ങനെ ഒഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വെള്ളം ചേർത്ത് തന്നെ ക്യാരമലാക്കാൻ ശ്രദ്ധിക്കണം. ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇത്ര നേരം നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടത്. ഇത്ര ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടാം. നല്ല കട്ടിയാവുന്നതനുസരിച്ച് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. നമുക്ക് ഒരുമിച്ച് അങ്ങ് ചേർക്കണ്ട. ആദ്യം ഒരു 2 ടേബിൾ സ്പൂണൊക്കെ അങ്ങ് ചേർക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. വീണ്ടും ഇത് നല്ല കട്ടിയായി വരും. അപ്പോൾ വീണ്ടും നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ ഇളക്കി നോക്കുമ്പോൾ മനസ്സിലാവും പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരണം. ആ സമയത്ത് ഏലക്ക പൊടിച്ചത് ഒരു 4-5 ഏലക്ക പൊടിച്ചത്, ഇത് പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചതാണ്, നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടി. അതുകൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ കണ്ടോ, പാത്രത്തിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വരും നമ്മൾ ഇളക്കുന്നതനുസരിച്ച്. അപ്പോൾ അങ്ങനെയാണ് ഇത് അറിയുന്നത്, ഇത് എത്രമാത്രം റെഡിയായി എന്ന് അറിയുന്നത് അങ്ങനെയാണ്. ഇത് നമുക്ക് അല്പം എന്താ പറയുന്നത്, ബദാമോ നട്ട്സ് എന്താ നിങ്ങൾ ചേർക്കുന്നതെന്ന് വെച്ചാൽ അതങ്ങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കേക്കിൻ്റെ ടിന്നാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്റ്റീൽ പ്ലേറ്റോ എന്ത് പാത്രത്തിൽ വേണേലും നമുക്ക് ഇത് മാറ്റാം. ഞാനൊരു അല്പം നെയ്യും കൂടി ഇത് പുരട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിട്ട് കിട്ടാനൊക്കെ നല്ല എളുപ്പമുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അല്പം നെയ്യ് നമുക്കിങ്ങനെ മേലെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെയ്യുക. ഇതിൻ്റെ മേലെയായിട്ട് ബദാമോ എന്താ നിങ്ങൾ ഇടുന്നതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ അല്പം വൈറ്റ് എള്ളാണ് ഇടുന്നത്. വൈറ്റ് എള്ള് ഇട്ടിട്ട് കുറച്ച് നട്ട്സും കൂടെ വെച്ച് അലങ്കരിക്കും. എന്നിട്ട് ഇത് നന്നായിട്ട് തണുത്ത ശേഷം ഉപയോഗിക്കും. ഒരു 2 മണിക്കൂറിന് ശേഷം തണുക്കും. നമുക്ക് ഈ ഹൽവ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ഒരു ഇതുപോലെ തന്നെ വെക്കണമെന്നില്ല, നമുക്കൊരു സ്പൂൺ കൊണ്ട് കോരി കഴിക്കാവുന്ന രീതിയിലും ഈ ഹൽവ കഴിക്കാം. ഗോതമ്പ് പൊടിയുടെ ഹൽവയാകുമ്പോൾ വളരെ സോഫ്റ്റാണ്. ശരിക്കും മൈദയുടെ ഹൽവ നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത്. അപ്പം നല്ല കട്ടിയായിട്ടുള്ള ഹൽവ ഇഷ്ടപ്പെടുന്നവർക്ക് ഗോതമ്പിൻ്റെ ഹൽവ ഇഷ്ടപ്പെടുന്നില്ല, കാരണം ഇത് വളരെ സോഫ്റ്റാണ്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. ഞാനിത് 2 മണിക്കൂറിന് ശേഷം ഒരല്പം ഫ്രിഡ്ജിലൊരു 10 മിനിറ്റോടെ വെച്ചു. ഇതുപോലെ എടുത്തപ്പം വളരെ സോഫ്റ്റാണ്, ഒരുപാട് സോഫ്റ്റാണ് ഈ ഗോതമ്പ് പൊടിയുടെ ഹൽവ. നമുക്കറിയാം ഗോതമ്പ് പൊടി ശരിക്കും നല്ല സോഫ്റ്റ് ആയിരിക്കും, മൈദ ആകുമ്പോൾ കുറച്ചുകൂടെ നല്ല കട്ടിയിൽ കിട്ടും. അപ്പോൾ വളരെ സോഫ്റ്റ് ഹൽവ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഹൽവ ചെയ്ത് നോക്കാം.